PFI ഭീകരവാദി ഭീമന്റെ വിട ജാഫറിന്റെ നിർണായക മൊഴി പുറത്ത്. എ ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് ജാഫർ. PFIയുടെ ആസ്ഥാനമായ ഗ്രീൻ വാലി ഭീകരവാദ പരിശീലന കേന്ദ്രമെന്നും ജാഫർ NIAക്ക് മൊഴി നൽകി. മൊഴിയിലെ വിശദാംശങ്ങൾ ജനം TVക്ക് ലഭിച്ചു. നിരവധി RSS നേതാക്കളെയും PFI ലക്ഷ്യമിട്ടിരുന്നു. PFIക്ക് കില്ലർ സ്ക്വാഡുകൾ ഉണ്ടായിരുന്നെന്നും ജാഫർ NIAയോട് വെളിപ്പെടുത്തി. ജാഫറിന്റെ മൊഴിയിലെ നിർണായക വിവരങ്ങൾ ജനം TVക്ക് ലഭിച്ചു. കണ്ണൂരിൽ അറസ്റ്റിലായ ജാഫറിനെ NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് RSS പ്രവർത്തകൻ എ ശ്രീനിവാസനെ വധിച്ച കേസിലെ പങ്കാളിത്തം വ്യക്തമായത്. കേസിലെ പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് ജാഫറായിരുന്നു. PFI ആസ്ഥാനമായ മഞ്ചേരി ഗ്രീൻ വാലിയിൽ വെച്ചാണ് ആയുധ പരിശീലനം നൽകിയത്. പരിശീലന സംഘത്തിൽ കൂടുതൽ പേരുണ്ടായിരുന്നുവെന്നും ഭീമന്റെ ജാഫർ NIAക്ക് മൊഴി നൽകി. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ദേശീയതയെ ഉയർത്തി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രവർത്തകരെയും നേതാക്കളെയും ലക്ഷ്യം വയ്ക്കാനും PFIക്ക് കില്ലർ സ്ക്വാഡുകൾ ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുഖ്യ ആയുധ പരിശീലകരിൽ ഒരാളായിരുന്ന നേരത്തെ അറസ്റ്റിലായ മുഹമ്മദ് മുബാറക്കുമായി ചേർന്ന് ജാഫർ നടത്തിയിട്ടുള്ള നീക്കങ്ങളും NIA അന്വേഷിക്കുന്നുണ്ട്. PFIയുടെ പ്രാദേശിക ക്രിമിനൽ സംഘങ്ങളായ ഏരിയ ഡിവിഷണൽ റിപ്പോർട്ടർമാർ എന്ന ഗ്രൂപ്പിന് നേതൃത്വം നൽകിയതും ജാഫറാണ്. PFI കില്ലർ സ്ക്വാഡുകളുടെ നിരവധി നേതാക്കളിൽ ഒരാൾ മാത്രമാണ് ഭീമന്റെ ജാഫർ. എ ശ്രീനിവാസൻ വധക്കേസിൽ മാത്രമല്ല മറ്റു നിരവധി കൊലപാതക കേസുകളിലും ജാഫറിന് പങ്കുള്ളതായാണ് സൂചന. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാര്യകർത്താക്കളെ ലക്ഷ്യമിട്ടായിരുന്നു കില്ലർ സ്ക്വാഡുകൾ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.